പരിപാടികൾക്ക് പോകുമ്പോൾ കുടുംബയോഗങ്ങളിലായാലും കാറ്റ് വീശി തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ അന്ന് പറഞ്ഞു, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കേരളത്തിന്റെ ഭരണസിംഹാസനത്തിൽ എല്ലാ കാലത്തും അടയിരിക്കാമെന്ന് ധരിച്ചിരിക്കുന്ന ഒരു ചക്രവർത്തിയുടെ സിംഹാസനം ആടി ഉലയുമെന്ന് പറഞ്ഞു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഒരു 1.5 ഉലച്ചിലായി ആ ചക്രവർത്തിയുടെ സിംഹാസനത്തിന് സംഭവിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒന്ന് ഉലഞ്ഞാൽ മതി എന്നേ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ ചക്രവർത്തി സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനകത്തും സമാനതകളില്ലാത്ത രീതിയിൽ ജനദ്രോഹപരമായ നടപടികളിലൂടെയാണ് ഇന്ന് നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെയും സർക്കാർ മുന്നോട്ട് പോകുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പട്ടിണി തുടച്ചു മാറ്റിയൊരു പരിപാടിയാണ്. ഇന്ത്യക്കകത്ത് UPA സർക്കാർ പ്രിയങ്കരനായ ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും നേതൃത്വം നൽകിയിരുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യത്തിനകത്ത് നടപ്പാക്കപ്പെട്ട മഹത്തരമായൊരു പദ്ധതിയാണ്. പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് പണമെത്തിച്ചു, അവന്റെ പട്ടിണി തുടച്ചു മാറ്റി, അവർക്ക് തൊഴിൽ നൽകി, അവരെ തൊഴിൽ മേഖലകളിൽ സജീവമാക്കി നിലനിർത്തിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഇന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യുകയാണ്. ആ പദ്ധതി അപ്പാടെ അട്ടിമറിക്കപ്പെടുകയാണ്. രാജ്യത്താകമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഗാന്ധിയുടെ പേര് കാണുമ്പോഴും ഇന്നും സംഘപരിവാർ സംഘടനകൾക്ക് ഇത്രമേൽ ഭയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊന്നിട്ടും തീരാത്ത പകയുമായി ഗാന്ധിയുടെ പേര് പോലും നീക്കം ചെയ്യുന്ന രീതിയിലേക്ക് സംഘപരിവാർ സംഘടനകൾ കടന്നു പോകുമ്പോൾ 1000 ഗാന്ധിമാർ ഈ രാജ്യത്തിന്റെ മണ്ണിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രിയങ്കരായ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാരുടെ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള പോരാട്ടത്തോടുകൂടി മഹാത്മാഗാന്ധിയുടെ ആശയാദർശങ്ങൾ ഈ രാജ്യത്തിനകത്ത് ഇല്ലാതെ പോകുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ റാലിയിൽ കോഴിക്കോട് ആയിരങ്ങൾ ഇന്ന് തെരുവുകളിൽ അണിനിരന്നുകൊണ്ട് കടന്നു വന്നത്. പ്രിയമുള്ളവരെ, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരും ഈ സംസ്ഥാനത്തിനകത്ത് യുവാക്കളുടെ തൊഴിൽ ഇല്ലായ്മ ചെയ്യുന്ന ആ തൊഴിൽ കൊള്ളയടിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുമാണ് ഇന്ന് സംസ്ഥാനത്തിനകത്തുള്ളത്. പിൻവാതിൽ നിയമനങ്ങളിലൂടെ ഈ സംസ്ഥാനത്തിനകത്ത് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായ ശക്തമായ സമരപരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ശബരിമലയിൽ ശാസ്താവിന്റെ സ്വർണം മോഷ്ടിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു സർക്കാരായി ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ മാറിയിട്ടുണ്ട്. ആ സർക്കാരിനെതിരെ ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും തെരുവിലേക്ക് ഇറങ്ങുന്ന ബഹുജന സമര പ്രക്ഷോഭങ്ങൾക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുകയാണ്. 13-ാം തീയതി തിരുവനന്തപുരത്ത് ഇവിടെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിൽ ആരംഭിക്കുന്ന അതിശക്തമായ സമരപരിപാടികളോടുകൂടി കേരളത്തിന്റെ തെരുവുകളിൽ കോൺഗ്രസ് പ്രസ്ഥാനവും ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായ സമരപരിപാടികളുമായി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സമരപരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഐക്യദാർഢ്യം കൂടി ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. 21-ാം തീയതി ഈ സംസ്ഥാനത്തിനകത്ത് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുറയ്ക്ക് 21-ാം തീയതി നിയമസഭാ മാർച്ച് യൂത്ത് കോൺഗ്രസ് ഇവിടെ ഈ സമരകാഹള പരിപാടിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ആ സമരപരിപാടി ഈ സംസ്ഥാനത്തിനകത്ത് ഐതിഹാസികമായ ഒരു പോരാട്ടമായി കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാറ്റിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സംസ്ഥാനത്തിനകത്ത് യുവാക്കളുടെ തൊഴിലവസരങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് പ്രിയമുള്ളവരെ നമ്മൾ തോളോട് തോൾ ചേർന്ന് ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയിട്ടില്ലാതെ ഈ സമര പോരാട്ടങ്ങൾക്ക് അന്ത്യമില്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ 2026 കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ആരായിരിക്കണം കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് കൈ ഉയർത്തുന്ന MLA-മാരുടെ കൂട്ടത്തിൽ അത് UDF-ന്റെ MLA-മാരായിരിക്കും ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. അന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 2 പതിറ്റാണ്ടിന്റെ ചരിത്രം മാറ്റി എഴുതി മഹാഭൂരിപക്ഷം സീറ്റുകളിലും ഈ മുന്നണിയുടെ MLA-മാർ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2026 ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഒരു കോൺഗ്രസുകാരനായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഈ സമരകാഹളത്തിൽ നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ സമരകാഹള പരിപാടിയിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായ സഹപ്രവർത്തകരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വൈകിയ വേളയിൽ സുദീർഘമായി കടക്കുന്നില്ല.
ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ രാജ്യത്തിന്റെ സകല മേഖലകളിലും കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം പ്രയാസം അനുഭവിച്ച സമയത്ത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഇന്ത്യ ടുഡേ പോലെയുള്ള മാഗസിനുകൾ അവരുടെ കവർ ചിത്രത്തിൽ കൊടുത്തത് ഒരേയൊരു ചെറുപ്പക്കാരന്റെ ചിത്രമാണ്, ഒരേയൊരു യുവജന സംഘടനയുടെ നേതാവിന്റെ ചിത്രമാണ്. അത് മറ്റാരുമായിരുന്നില്ല, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന പ്രിയങ്കരനായ ശ്രീ PV ശ്രീനിവാസന്റെ ചിത്രമാണ്. അവരൊരു അടിക്കുറിപ്പ് കൂടി നൽകി. ഓക്സിജൻ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന പ്രിയങ്കരനായ ശ്രീ PV ശ്രീനിവാസാണ്. ആ PV ശ്രീനിവാസാണ് ഇന്ന് ഈ റാലിയുടെ പൊതുയോഗത്തിന്റെ ഉദ്ഘാടകനായി ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. പ്രിയങ്കരനായ ശ്രീ PV ശ്രീനിവാസിയെ ഇവിടെ ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ചുരുക്കുകയാണ്. സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നാളുകളിൽ നമ്മൾ തുടക്കം കുറിക്കുന്ന പോരാട്ടങ്ങളിൽ നിങ്ങളേവരും ഈ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയോടൊപ്പം ഉണ്ടാകണമെന്നും ഈ ത്രിവർണ്ണ പതാക ഏന്തി ഈ ത്രിവർണ്ണ പതാകയുടെ ചലനങ്ങൾക്കൊപ്പം പദമുറപ്പിച്ചുകൊണ്ട് നടക്കാൻ നിങ്ങളേവരും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ശ്രീ PV ശ്രീനിവാസിയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. केरला प्रदेश युवा कांग्रेस अध्यक्ष छोटे भाई लगातार लड़ाई लड़ने का काम कर रहा है। और जनीश भाई KPCC वर्किंग प्रेसिडेंट, फाइटर और लीडर, MLA सिद्दीक जी, PN नियाज जी, N सुब्रमण्यम जी, आदम मुल्शी जी और विद्या बालाकृष्णन जी, विनोद चुली जी, KM अभिजीत जी, जिनसान जिला जी, अनुताज जी और तमाम साथी युवा कांग्रेस का कार्यकर्ता, सारे कांग्रेस का कार्यकर्ता, आज पूरा देश में एक कॉल AICC महासचिव संगठन KC वेणुगोपाल जी ने एक चिट्ठी निकाला। मनरेगा बचाओ अभियान कश्मीर से लेके कन्याकुमारी से लेके कश्मीर तक और पंचायत लेवल में जो मनरेगा बचाओ अभियान जो किस तरीके से लड़ाई लड़ रहा है, आज आप लोगों के बीच में मैंने आया। मैं नरेंद्र मोदी जी को कहना चाहता हूं इस मंच से, आप महात्मा गांधी जी का नाम जो मनरेगा से आपने हटाया है, इस देश का 140 करोड़ में दिल में महात्मा गांधी जी का नाम है, वो कैसे हटाएगा आपको बताना है। इस देश को पहचान महात्मा गांधी जी के नाम से पहचान है। मैं वर्ल्ड यूथ फेस्टिवल गया था रशिया में, सूची में, वहां लोगों ने 150 कंट्री लोग थे डेलीगेट, मेरे को पहचान ये महात्मा गांधी जी का देश से आया है करके उन लोग ने पहचान करता था। महात्मा गांधी जी के बारे में इनको क्या जानता है? जो महात्मा गांधी जी का हत्यारा लोग है, जो मर्डर किया ये लोग है, ये किसने कहने से इन लोग ने नाम हटाया? गोड से इनका जो भी है संघ परिवार जो चड्डी पहनता है, पहले चड्डी पहनते थे, आजकल पैंट पहन रहा है। अब पैंट पहनो, चड्डी पहनो, सूट पहनो, आपका सोच है इस देश को तोड़ने का सोच है। जो महात्मा गांधी जी का विचारधारा को तोड़ने का सोच है, राहुल गांधी जी का विचारधारा को तोड़ने का सोच है। ये आप कितना भी कोशिश करो, जब तक सूरज चांद रहेगा, जो सन एंड मून देश दे, तब तक महात्मा गांधी जी का नाम इस देश में रहेगा। अब कुछ भी करो, उसका नाम हटा नहीं सकते। इस मनरेगा जो बिल नया इन लोग ने स्कीम लाया है, इस स्कीम से नुकसान क्या है? देश
एक ही कारण है, मनरेगा के वजह से। जो किस तरीके से गरीब मजदूर ग्रामीण जो इलाका में जो काम करते थे, जो 100 दिन के लिए गारंटी था नौकरी का, वो छेड़ने का काम, वो छीनने का काम इन लोग ने किया है। जो महात्मा गांधी जी का नाम तो आपने हटा दिया, आपने इस देश का आत्मा को आप लोग ने खत्म करने का काम किया है। इस देश का जनता, इस देश का सभी वर्ग, सभी समाज लोग उखाड़ के फेंकने का काम करेंगे। जो ब्रिटिशों से सबसे ज्यादा कोई दिल्ली में लूटा है इस देश को, वो नरेंद्र मोदी जी है। केरला में सबसे ज्यादा कोई लूटा है, हर चीज में कमीशन। पिनराई विजय को 40% कमीशन मिल रहा है। जो शबरीमला अयप्पा का, मैं भी कम से कम 14 साल शबरीमला गया हो, अयप्पा को मैं भी भक्त हो। अयप्पा का जो गोल्ड चोरी किया है, जो 3 महीने बचा है, ज्यादा नहीं है, 3 महीने बचा है। इनके आधा एमएलए अभी आधा जेल में है, आधा बेल में है। आने वाले दिन में सारे इनका कम्युनिस्ट जो करप्शन किया है, सारे को देखने को जेल में जगह मिलेगा। सिद्दीक जी, आप लोग ने सारे मिलके जो लड़ाई लड़ने का काम किया है, अब हर चीज में यूथ कांग्रेस के नाम से पिनराई विजय को नींद नहीं आते। दिल्ली में नरेंद्र मोदी जी को नींद नहीं आता है यूथ कांग्रेस के नाम से, केरल में पिनराई विजय को नींद नहीं आता है। आप केसेस लगाना, जो लगाना लगा दो। एक कांग्रेस कार्यकर्ता का खून के अंदर है, जेल जाना, लाठी खाना। इस देश का आजादी के लिए जो त्याग बलिदान दिया, वो पार्टी है, कांग्रेस कार्यकर्ता है। आपका जैसा लोगों को डरेगा नहीं है। जो करना 3 महीने बचा है, और कितना खाना है, कितना करप्शन करना है, कितना जो पार्सल कहां दूसरे कंट्री में भेजना भेजो, बाद में आपको जेल में देखने को मिलेगा जगह। मैं बहुत ज्यादा कहना नहीं चाहता हूं। जो किस तरीके से जो नरेंद्र मोदी जी ने इस बिल को खत्म करने का सारी कोशिश, सारे कोई कसर नहीं छोड़ा है। जो इस देश में किसी युवा को आज तक एक एम्प्लॉयमेंट नहीं दे पाया है, नरेंद्र मोदी जी ने दिया, 4 चीज दिया है। एक सीबीआई, एक ईडी, एक आईटी। अच्छे दिन 15 लाख, आज तक कोई देखा नहीं है। कोई नेता हो उसको ईडी छोड़ दो, सीबीआई छोड़ दो, इसके अलावा इन लोग ने किया क्या? इस देश का युवा लगातार जो नौकरी के लिए कोई आवाज उठाता है, उसका आवाज को दबाने के लिए कोई कसर नहीं छोड़ा है। अब कितने भी करे, आदरणीय हमारा नेता राहुल गांधी जी के नेतृत्व में जो भारत जोड़ो यात्रा हुआ, जो कन्याकुमारी से लेकर कश्मीर तक जो 150 दिन 4,500 किलोमीटर जो पद यात्रा किया, इस देश को जो मोहब्बत के धागा में जोड़ने का कोई किया, जो संविधान को बचाने के लिए, लोकतंत्र बचाने के लिए कोई लड़ाई किया, वो आदरणीय हमारा नेता राहुल गांधी जी के नेतृत्व में हुआ है। आने वाले दिन में इस देश को बचाना है, इस देश का युवा को बचाना है, इस देश का किसान को बचाना है, महिला को बचाना है, हर वर्ग हर समाज, जो छोटे व्यापारी को बचाना है, तो वो एक ही पार्टी बचा सकते हैं, वो एक ही नेता बचा सकते हैं, वो कांग्रेस पार्टी, इंडियन नेशनल कांग्रेस और राहुल गांधी जी बचा सकते हैं, और कोई नहीं है। इस देश भी जानता है ये कैसे चुनाव जीत रहा है, वोट चोरी करके। तमाम इन लोग ने झूठे वादे से ये सारा चीज खत्म हो गया। नरेंद्र मोदी जी बोले थे, झोला लेके आया हूं, झोला लेके चले जाओ। नरेंद्र मोदी जी, आपका झोला तैयार है, आप झोला लेके नीरव मोदी के साथ जाना, मेहुल चोकसी के पास जाना, आपको तय करना है। वो पूरा देश का जनता इस बार आने वाले दिन में इनको सबक सिखाने का काम करेगा। मैं यही बातों से मैं ज्यादा ना, जो आगे जो बात करने के लिए तमाम नेता है, मेरे को बुला के 2 बात रखने को मौका दिया, और सारे युवा कांग्रेस साथी को मैं दिल से धन्यवाद करता हूं। आप सब लोग ने 3 महीने बचाए, सारा घर परिवार छोड़ दो 3 महीने के लिए। आप सड़क पे उतर के दिन भर रात मेहनत करके कांग्रेस को सत्ता पे लाने के लिए आपको लड़ाई लड़ना है।
ओझा जिनीशो के नेतृत्व में ये सारी नेता यहाँ बैठे, आप लोग 3 महीने के लिए सब कुछ छोड़ के यहाँ सरकार लाना, केरला को बचाने के लिए आप सब लोग ने सड़क पे उतर के लड़ाई लड़ने का काम करे। मेरे को दिल से मैं सबको धन्यवाद बोल के मेरे बात को विराम दे रहा हूं। जय हिंद, जय कांग्रेस पार्टी। നന്ദി ശ്രീ BV ശ്രീനിവാസ് ജി. അടുത്തതായി യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ മുൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായിരുന്ന പ്രിയപ്പെട്ട ശ്രീ ടി സിദ്ദിഖ് MLA ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദീർഘമായ സംസാരത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഈ സമരകാലം പരിപാടിക്ക് നേതൃത്വം കൊടുത്ത് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ദേശീയ പ്രാധാന്യമുള്ളതായ ഒരു വിഷയത്തെ മുൻനിർത്തിയും സംസ്ഥാന പ്രാധാന്യമുള്ള വിഷയത്തെ മുൻനിർത്തിയും ഈ ഗൗരവതരമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലതയുടെ പ്രതീകമായിട്ടുള്ള പോരാട്ട നായകൻ ശ്രീ OJ ജനീഷ്, ഏറെ പ്രിയങ്കരനായ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏറെ ബഹുമാന്യനും ആദരണീയനുമായ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാട്ടങ്ങളിൽ ജ്വലിക്കുന്ന നക്ഷത്രമായി നമ്മുടെ മുമ്പിലൂടെ ഇന്നും പോരാട്ടം നയിച്ചു മുന്നോട്ട് പോകുന്ന യൂത്ത് കോൺഗ്രസിനെ തെരുവുകളിലേക്ക് സമരത്തിന്റെ സംഘടനയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കാളിത്തം വഹിച്ച, കോവിഡ് മൂലം ആളുകൾ പ്രതിസന്ധിയിലായപ്പോ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ ആസ്ഥാനം മുഴുവൻ കോവിഡിന്റെ പരിരക്ഷാ കവചമായ ആസ്ഥാനമാക്കി പരിവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഈ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ മുഴുവൻ ദ ഓക്സിജൻ മാൻ ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിച്ചതായ യുവത്വത്തിന്റെ പ്രിയപ്പെട്ട കർമ്മസാരഥിയായ ശ്രീ BV ശ്രീനിവാസ് അവർകൾ, ഏറെ ബഹുമാന്യനും ആദരണീയനുമായ ബിനു ചുള്ളിയിൽ ഉൾപ്പെടെ വൈസ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസിന്റെ നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാർ അഭിജിത്ത് ഉൾപ്പെടെയുള്ള, ജിൻഷാദ് ഉൾപ്പെടെയുള്ള ഏറെ പ്രിയപ്പെട്ടതായിരിക്കുന്ന സഹപ്രവർത്തകന്മാർ, സ്നേഹിതന്മാർ, ശ്രീ PM നിയാസും ആദം മുൻസിയും ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകർ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ, ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ കർമ്മോത്സുകനായിട്ടുള്ള യുവജന നായകൻ, ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ചോറോഡ് ഡിവിഷനിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ച് കടന്നു വന്നിട്ടുള്ള, കഴിഞ്ഞ 3 ടേമിൽ ദീർഘകാലമായി ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ സമരപരിപാടികൾക്കും പോരാട്ടങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ശ്രീ R ഷഹീൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഞാനൊരു 5-8 മിനിറ്റ് കൊണ്ട് എന്റെ സംസാരം അവസാനിപ്പിക്കാം. കാതലായ വിഷയത്തെ സംബന്ധിച്ച് ശ്രീ BV ശ്രീനിവാസ് ഇവിടെ സംസാരിച്ചു, ശ്രീ ജനീഷും സംസാരിച്ചു, ഷഹീനും സംസാരിച്ചു. ഇനിയും നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ഈ രാജ്യത്തിന്റെ പവിത്രമായ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിന് നേതൃത്വം കൊടുത്ത, അഹിംസ എന്ന് പറയുന്ന സിദ്ധാന്തം ഈ രാജ്യത്തിന് സംഭാവന ചെയ്ത, സത്യാഗ്രഹം എന്ന് പറയുന്ന പദം ലോകത്തെ രാഷ്ട്രീയ സമാധാന ഭൂപടത്തിന് സംഭാവന ചെയ്ത, ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ആദ്യത്തെ സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം കൊടുത്ത് ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന് ഈ രാജ്യം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ഇന്ത്യ രാജ്യത്ത് ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമ്പാദന സമരത്തിന് നേതൃത്വം കൊടുത്തു. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ നവഖാലിയിലെ പട്ടണത്തിൽ പോയി, ഗ്രാമത്തിൽ പോയി ഹിന്ദു മുസ്ലിം മൈത്രിക്ക് വേണ്ടിയുള്ള സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം കൊടുത്തു. 1948 ജനുവരി മാസം 30-ാം തീയതി വൈകുന്നേരം 4:50 ബിർള പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് നടന്നു പോകുമ്പോ ആഭയുടെയും മനുവിന്റെയും കൂടെ നടന്ന് സഞ്ചരിക്കുന്ന സന്ദർഭത്തിൽ ഹേ റാം എന്ന് അവസാനമായി ഉച്ചരിച്ച്, തന്റെ ഭഗവാന്റെ നാമധേയം അവസാനമായി ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോ ഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് വെടിയുതിർക്കാൻ നേതൃത്വം കൊടുത്തത് ഹിന്ദുത്വ ആശുരതയുടെ ശക്തിയായിട്ടുള്ള നാഥുറാം വിനായക് ഗോഡ്സെയായിരുന്നു. ആ ഗോഡ്സെ ഗാന്ധിയെ
ഈ രാജ്യത്ത് നിന്ന് തകർക്കാൻ നേതൃത്വം കൊടുത്തു, ശാരീരികമായി ഇല്ലായ്മ ചെയ്യാൻ നേതൃത്വം കൊടുത്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് അർദ്ധരാത്രിയിൽ വിങ്ങൽ വിറങ്ങലിച്ച മനസ്സുമായി ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു, നമ്മുടെ വിളക്ക് അണഞ്ഞിരിക്കുന്നു, രാജ്യത്തിന്റെ വിളക്ക് അണഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നെഹ്റു തിരുത്തി. നെഹ്റു പറഞ്ഞു, വിളക്കണഞ്ഞിട്ടില്ല, അണയ്ക്കാൻ ശ്രമിച്ചവരോട് പറയുന്നു, ആ വിളക്ക് ഈ രാജ്യത്തെ നയിക്കും എന്ന് ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു, ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ, രാജ്യത്തെ പുനർനിർമ്മിക്കാനുള്ള പോരാട്ടങ്ങൾ. ആ പുനർനിർമ്മിക്കാനുള്ള പോരാട്ടങ്ങളെല്ലാം നടന്നു കഴിഞ്ഞപ്പോ ഈ കഴിഞ്ഞ 2019 നമ്മളൊരു വാർത്ത കണ്ടു. ആ വാർത്ത ഗാന്ധിയുടെ ഒരു രൂപമുണ്ടാക്കി പൂന ശകുൻ പാണ്ഡെയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ ഇടനെഞ്ചിലേക്ക് രണ്ടാമതും നിറയൊഴിച്ച് ആ ഗാന്ധിയുടെ രണ്ടാമതുണ്ടാക്കിയ രൂപത്തിൽ നിന്നും രക്തം ഒഴുകുന്നതായ ഒരു കൃത്രിമ പടമുണ്ടാക്കിയിട്ടുള്ളതായ പ്രവർത്തനമായിരുന്നു. അതൊക്കെ പുറത്തായിരുന്നു. ഗോഡ്സെയുടെ ഗാന്ധിവധം ബിർള മന്ദിരത്തിലായിരുന്നു. പൂന ശകുൻ പാണ്ഡെയുടെ ഗാന്ധിവധം മറ്റൊരിടത്തായിരുന്നു. പക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ നടന്ന ഗാന്ധി വധമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റൽ പ്രക്രിയയിലൂടെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂട്ടാളികളും നിർവഹിച്ചത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ നാമധേയം മാറ്റാൻ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരു നിയമനിർമ്മാണത്തിന് നേതൃത്വം കൊടുക്കുക, രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിന്റെ നാമധേയം മാറ്റുക. കോൺഗ്രസ് ഭരിച്ചപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ നടന്നു. അത് കർഷകരെ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ, ഇന്ത്യ രാജ്യത്ത് അവർക്ക് ആവശ്യമുള്ള അവകാശങ്ങൾ പ്രഖ്യാപിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ, രാജ്യത്തെ ജനതയെ സംരക്ഷിക്കാനുള്ള നിയമനിർമ്മാണങ്ങൾ, രാജ്യത്തെ രാജ്യമാക്കി വളർത്താനുള്ള നിയമനിർമ്മാണങ്ങൾ. ഇന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പാർലമെന്റിൽ നടക്കുന്ന നിയമനിർമ്മാണങ്ങൾ ഈ രാജ്യത്തെ വിഭജിക്കാനും രാജ്യത്തിന്റെ സ്വത്വത്തെ തകർക്കാനും രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കാനും രാജ്യത്തിന്റെ പൈതൃകത്തെ തകർക്കാനുമുള്ള ഓരോ നിയമനിർമ്മാണങ്ങളാണ്. ആ നിയമനിർമ്മാണങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണമാണ് രാജ്യത്തിനെതിരായിട്ടുള്ള, സാധാരണക്കാർക്കെതിരായിട്ടുള്ള യുദ്ധപ്രഖ്യാപന നിയമനിർമ്മാണമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ ഗളച്ഛേദം വരുത്തിക്കൊണ്ടുള്ളതായ GB റാം നിയമ ഭേദഗതി എന്നുള്ളത്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല. നരേന്ദ്രമോദി കടന്നു വന്നപ്പോ ഓരോ വർഷവും ഈ ഓരോ ബഡ്ജറ്റ് അലോക്കേഷൻ എല്ലാ വർഷവും 10,000 കോടി, 25,000 കോടി, 35,000 കോടി ഓരോ വർഷവും തൊഴിലുറപ്പ് പദ്ധതിക്കുള്ളതായിരിക്കുന്ന പണം വെട്ടിച്ചുരുക്കലായിരുന്നു. അവിടെ മാൻഡേറ്ററി ആയിരുന്നു സെൻട്രൽ ഗവൺമെന്റ് ഉത്തരവാദിത്തം. ഇന്ന് ആ ഉത്തരവാദിത്തം മാറി. ആ ഉത്തരവാദിത്തം മാറ്റി മാച്ചിങ് ഗ്രാൻഡായി പ്രഖ്യാപിച്ചു. സ്റ്റേറ്റും ഇടണം, കേന്ദ്രവും ഇടണം. നമ്മൾ ഒരു കാര്യം ഈ കേരളത്തിൽ പ്രഖ്യാപിക്കുന്നു, നരേന്ദ്രമോദി തന്നില്ല എങ്കിലും 2026 മെയ് മാസം വന്നാൽ പിണറായി വിജയൻ തന്നില്ലെങ്കിലും ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അതേപോലെ സംരക്ഷിക്കാൻ കേരളത്തിൽ കോൺഗ്രസും UDF-ഉം ഉണ്ടാകുമെന്ന് ഉത്തരവാദിത്തത്തോടുകൂടി പ്രഖ്യാപിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ലോകം കണ്ട ഒരുപാട് പദ്ധതികളുണ്ട്. ഈ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേവലം ഒരു പദ്ധതിയല്ല. ഗ്രാമസ്വരാജ് സ്വപ്നം കണ്ട് ഇന്ത്യ രാജ്യത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ സ്വപ്നം കണ്ട ഗ്രാമസ്വരാജിന്റെ ശില്പിയായ മഹാത്മാഗാന്ധി, ആ മഹാത്മാഗാന്ധിയുടെ നാമധേയം വെറുതെ അവിടെ തുന്നിച്ചേർത്തതല്ല. ആ തുന്നിച്ചേർത്ത ഗാന്ധിയുടെ നാമം ഇന്ത്യൻ പാർലമെന്റിൽ പുനഃസ്ഥാപിക്കുന്നത് വരെ നമുക്കുറക്കമില്ല എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് വളരെ കൃത്യവും ആധികാരികവുമായി പറയുന്നു, ലോകം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ ലോകത്തൊരു രാജ്യത്തും ഇതുപോലൊരു പദ്ധതി കടന്നു വന്നിട്ടില്ല. പാവങ്ങളെ തലോടാൻ, പാവങ്ങളെ ചേർത്ത് നിർത്താൻ, അവരുടെ മക്കളെ പഠിപ്പിക്കാൻ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, അവർക്ക് അരി വാങ്ങാൻ, അവർക്ക് സാധന സാമഗ്രികൾ വാങ്ങാൻ, അഭിമാനത്തോടു കൂടി ജീവിക്കാൻ അതിലേറിയ പങ്കും സ്ത്രീകളാണ് എന്ന കാര്യത്തിലും നിങ്ങൾക്ക് തർക്കം വേണ്ട. ലോകം കണ്ട ഏറ്റവും വലിയ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ
ആ പദ്ധതിയുടെ പേരാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ആ പദ്ധതിയെ തകർക്കാൻ നരേന്ദ്രമോദിയല്ല 1000 മോഡിമാർ ശ്രമിച്ചാലും അതിനെ തെരുവിൽ നേരിടും എന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സമരകാഹള പരിപാടിക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഈ പരിപാടിയെ മുക്തകണ്ഠം അഭിനന്ദിക്കുന്നു. ഈ പോരാട്ട വീര്യത്തെ മനസ്സ് നിറഞ്ഞ് അഭിനന്ദിക്കുന്നു. ഈ പോരാട്ടം തെരുവുകളിലേക്ക്, ഗ്രാമങ്ങളിലേക്ക് കൊണ്ടുപോയി കേരളത്തിലെ ജനതയെ മുഴുവൻ സമരത്തിന്റെ പരമ്പരയിൽ കോർത്തിണക്കി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്നുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനും ഭാരവാഹികൾക്കും അതുപോലെ പ്രിയപ്പെട്ട ശ്രീ BV ശ്രീനിവാസനും എല്ലാവർക്കും അഭിനന്ദനം ഏർപ്പെടുത്തുന്നു. അഭിവാദനങ്ങൾ. ജയ് ഹിന്ദ്. ഒന്ന് രണ്ട് പ്രസംഗങ്ങളോടുകൂടി ഈ പൊതുയോഗം പര്യവസാനിക്കും. അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബീനു ചുള്ളിയിൽ. ബഹുമാന്യായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ്, ഈ സമര കാഹളം ഉദ്ഘാടനം ചെയ്ത അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ അധ്യക്ഷൻ, എനിക്ക് മുമ്പ് സംസാരിച്ച മുഴുവൻ ആളുകളും പറഞ്ഞ അതേ കാര്യം, കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകം മുഴുവൻ പടർന്നു പിടിച്ച് രാജ്യത്തും അത് ബാധിച്ചപ്പോൾ ഗവൺമെന്റ് പോലും BV ശ്രീനിവാസ് എന്ന് പറയുന്ന മനുഷ്യന്റെ നമ്പർ അന്വേഷിച്ച് നടന്നതിനെക്കുറിച്ച് രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ്. ഏറ്റവും ബഹുമാന്യനായ BV ശ്രീനിവാസ്, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പ്രിയപ്പെട്ട T സിദ്ദിഖ് MLA ഉൾപ്പെടെ അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട കോഴിക്കോട്ടെ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഇന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതിനെ കുറിച്ച് ബഹുമാന്യനായ T സിദ്ദിഖ് MLA പറഞ്ഞു. രാജ്യത്തിന്റെ ഒരു വിഹിതം, രാജ്യത്തിന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം ഈ രാജ്യത്തെ സാധാരണക്കാർക്ക് കൊടുക്കണമെന്ന വലിയ ഉദ്ദേശത്തോടുകൂടി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ, സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 100 ദിവസം നിർബന്ധിതമായി തൊഴിൽ നൽകണമെന്ന് പറഞ്ഞു. പക്ഷെ ഇന്നോ ഈ 2026 ഏപ്രിൽ മാസം സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ പുതിയ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിയ പുതിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അവർ പറയുന്നത് 125 ദിനം തൊഴിൽ കൊടുക്കണമെന്ന. പക്ഷേ നിർബന്ധം എന്നുള്ളത് ഒഴിവാക്കിയിരിക്കുകയാണ്. വേണമെങ്കിൽ മതി. ഈ പദ്ധതി ഈ വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തോടുകൂടി ഇത് അവസാനിക്കുകയാണ്. അവർക്ക് തൊഴിൽ കൊടുക്കുന്നതിനേക്കാൾ അവർക്ക് ഭയം ഈ രാജ്യത്തെ ഗവൺമെന്റിന് ഭയമാണ് ഗാന്ധിയെ. മരണപ്പെട്ട ഗാന്ധിയെ ചിത്രങ്ങളിലേക്ക് പോലും നിറയൊഴിക്കുന്ന എത്രയോ സന്ദർഭങ്ങൾ ഈ രാജ്യത്തെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. അവർക്ക് ഭയമാണ്. നരേന്ദ്രമോദിക്ക് സംഘപരിവാറിന് ഭയമാണ്. ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു RSSകാരനോ BJPക്കാരനോ ഗാന്ധി എന്ന് പറയുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെ പോലും പറയുവാൻ അവർ ഭയപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാജ്യത്ത് അധികാരത്തിൽ നിന്ന് 3 അല്ലെങ്കിൽ 2-3 ടേമായി നമ്മൾ മാറി നിൽക്കുകയാണ്. പക്ഷേ ഒരു തർക്കവുമില്ല, രാഹുൽ ഗാന്ധി നിരന്തരമായി പറയുന്ന പോലെ 1000 തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടാലും ഞങ്ങൾ എടുക്കുന്ന നിലപാടിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ. ആ രാഹുൽ ഗാന്ധി പറയുന്നത് സത്യമാണെന്ന് തെളിയാൻ പോവുകയാണ്. കാരണം ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മേൽ കൈവച്ച നരേന്ദ്രമോദിക്ക് ഇതുകൊണ്ട് തന്നെ പൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജ്യത്ത് വലിയ തരത്തിൽ പ്രക്ഷോഭം നടത്തുവാൻ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിച്ചു. സംസ്ഥാനത്ത് അത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. എന്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഈ ഇടതുപക്ഷം എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ഇതിനെതിരെ അക്ഷരം പറയാത്തത്?
ഈ നാട്ടിലെ മാധ്യമങ്ങൾ അറിയാതെ PM ശ്രീയിൽ ഒപ്പിട്ടു. എങ്ങനെയാ ഒപ്പിട്ടത്? തന്റെ മന്ത്രിസഭയിലെ മന്ത്രിമാർ പോലും അറിയാതെയാണ് ഒപ്പിട്ടതെന്ന് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞു. എന്തിനു വേണ്ടി? തന്റെ മകനെയും മകളെയും രക്ഷിക്കുവാൻ വേണ്ടി എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ വരുന്ന വാർത്തകളിലൂടെ നമുക്കറിയാം. ഈ അറബിക്കടലിനെ സാക്ഷി നിർത്തി പറയുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ഉൾപ്പെടെ ഇന്നലകളിൽ ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്ന് അവർ അവകാശപ്പെട്ട സ്ഥലങ്ങളിൽ ഉജ്ജ്വലമായ വിജയം UDF-നും കോൺഗ്രസിനും ഉണ്ടായതിനു ശേഷം എന്താണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പോളിസി എന്ന് നമ്മൾ ചർച്ച ചെയ്യണം. AK ബാലനെ പോലെ CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ പോളിറ്റ് ബ്യൂറോയിലും കേന്ദ്ര കമ്മിറ്റിയിലും ഒക്കെയുള്ള ആളുകൾ ഒരു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വളരെ ബോധപൂർവം കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഈ നാട് മറന്ന മാറാടിനെ കുറിച്ച് പറയുകയാണ്. ഈ നാട് മറക്കാൻ ആഗ്രഹിക്കുന്ന മാറാടിനെ കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ടോ ഒരു പഞ്ചായത്ത് പോലും ഒന്നിച്ചു നിന്ന് ഭരിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ഒരു പ്രത്യേക മതവിഭാഗമാണ് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നതെന്ന് സംഘപരിവാറിനേക്കാൾ ശക്തിയിൽ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും പ്രതികരിക്കണ്ടേ? ഉത്തരവാദിത്ത ബോധത്തോടു കൂടി നമ്മൾ പറയുകയാണ്. ഇതുപോലെ വിഷമിക്കുന്ന രീതിയിൽ AK ബാലനെ പോലെയുള്ള ആളുകൾ കേരളത്തിന്റെ തെരുവിലിറങ്ങിയാൽ തെരുവ് നായ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് ആ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ട സാമൂഹ്യ സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടാകും. ഉത്തരവാദിത്തോടു കൂടിയാണ് പറയുന്നത്. രാഷ്ട്രീയ ആവേശത്തിന്റെ പേരിൽ പറയുന്നതല്ല. നമുക്ക് മുന്നോട്ട് പോകണം. ജാതി മത ചിന്തകൾക്കപ്പുറത്ത് ഒരു നാട് മുന്നോട്ട് പോകുമ്പോൾ ഭരണകൂടം തന്നെ ജാതീയമായ മതപരമായ വേർതിരിവുകൾ ഉണ്ടാക്കുവാൻ ബോധപൂർവ്വം ശ്രമിക്കുന്നു. ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്ത് നമ്മൾ ആലോചിച്ച് നോക്ക്. ഹിന്ദു ഉണ്ട്, ഇസ്ലാം ഉണ്ട്, ക്രിസ്ത്യാനി ഉണ്ട്, ജൈനനുണ്ട്, സിഖുകാരനുണ്ട്, പാഴ്സിയുണ്ട്, വിശ്വാസമുള്ളവനുണ്ട്, ഇല്ലാത്തവനുണ്ട്. എല്ലാവരെയും ഒന്നായി കണ്ട കോൺഗ്രസിന്റെ സംസ്കാരമുണ്ടല്ലോ. ആ സംസ്കാരം അധികാരത്തിൽ നിന്ന് മാറിയ അന്നു മുതൽ ഈ നാട് ജാതീയമായ മതപരമായ വേർതിരിവുകൾ ബോധപൂർവം ഭരണകൂടം സൃഷ്ടിക്കുന്നു. നരേന്ദ്രമോദി എന്താണോ ചെയ്യുന്നത് അതിന്റെ തനിയാവർത്തനമാണ് പിണറായി വിജയനും ചെയ്യുന്നത്. ഒരു തർക്കവുമില്ല. കേരളത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ നാടിന്റെ പാർട്ടി ഒരു 2-3 മാസം കഴിഞ്ഞാൽ അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. ആ അധികാരത്തിൽ വരുമെന്ന് CPM-ന് ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കോലാഹലങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. ശബരിമല ഉൾപ്പെടെയുള്ള സ്വർണ്ണക്കൊള്ള നിങ്ങൾ കരുതുന്നുണ്ടോ? തന്റെ മന്ത്രിസഭയിൽ നിന്ന് വേണ്ട ഒരു പഞ്ചായത്തിൽ പോലും പിണറായി വിജയൻ എന്ന് പറയുന്ന വീരശൂര പരാക്രമി അറിയാതെ ഈ സ്വർണം കട്ടെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അരുവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ മത്സരിച്ച് വിജയിച്ച പത്മകുമാർ ജയിലിലായിട്ടും അദ്ദേഹത്തെ പുറത്താക്കാൻ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകുന്നില്ല. ഒരു തർക്കവുമില്ല. കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വരുന്ന നാളുകൾ, വരും ദിവസങ്ങളിൽ അതിശക്തമായ സമരങ്ങളുമായി ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഈ വീരശൂര പരാക്രമിക്ക് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് പുറത്തിറക്കാൻ കഴിയാത്ത തരത്തിൽ അതിശക്തമായ പ്രക്ഷോഭങ്ങളുമായി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ദിനേശ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നവരെ നമുക്ക് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ സമരം ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയവയം നേരുന്നു നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ KM അഭിജിത്ത്. ഏറെ ബഹുമാന്യനായ ഈ സമരകാഹളത്തിൻ്റെ അധ്യക്ഷൻ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ OJ ജനീഷ് അവർകൾ, പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഇനിയൊരു പരിചയപ്പെടുത്തലിൻ്റെയും മുഖവരയില്ലാത്ത പ്രിയപ്പെട്ട നേതാവ് ശ്രീ BV ശ്രീനിവാസ് ജി, ഏറെ ബഹുമാനായ ശ്രീ T സിദ്ദിഖ് MLA അവർകൾ, പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബിനു ചുളിയിൽ, പ്രിയപ്പെട്ട ജിൻഷാദ്, മറ്റ് പ്രിയപ്പെട്ട ശ്രീ R ഷെഹീൻ ഉൾപ്പെടെ, ശ്രീ ജോമോൻ ജോസ് ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ നേതാക്കളെയും, അതിനപ്പുറത്തേക്ക് വേദിയിലും സദസ്സിലും പ്രൗഢോജ്വലമായി ഒരു റാലിയോടുകൂടി ഈ സമരകാഹളത്തിൻ്റെ ഭാഗമായ നിങ്ങൾ ഓരോരുത്തരെയും അഭിവാദ്യം ചെയ്യുക. നേതാക്കൾ സമകാലിക വിഷയങ്ങളെയെല്ലാം കൃത്യമായി ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു.
ഇനി ഒരു കാര്യവും നമ്മളുടെ മുൻപിൽ സംസാരിക്കാനില്ല. എല്ലാം നേതാക്കൾ പറഞ്ഞു. നമുക്കറിയാം, ഇന്ത്യയെ വലിയ രീതിയിൽ ദോഷകരമായി ബാധിച്ച ഒരു വൈറസായി സംഘപരിവാറും നരേന്ദ്രമോദിയും മാറുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ സമരകാഹളം നടക്കുന്നത് സംഘപരിവാറിന്റെയും നരേന്ദ്രമോദിയുടെയും ഭരണത്തിനെതിരാണെന്ന് ഈ നാട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നാടിനെ സംഘപരിവാർ എന്താണോ ഇന്ത്യയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ചെയ്യുന്നത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, സമാനമായി കേരളത്തിൽ അതിന്റെ തനിയാവർത്തനം നമ്മൾ കാണുമ്പോൾ ചുവപ്പ് ഏതാണ് കാവ്യ ഏതാണെന്ന് പോലും അറിയാൻ സാധിക്കാത്ത രീതിയിൽ കേരളത്തിലെ CPM-നെ RSSന്റെ കാൽക്കീഴിലേക്കോ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കൊണ്ടുചെന്ന് വെക്കുമ്പോൾ അത് ഈ നാടിന്റെ മതനിരപേക്ഷതയെ കൂടി തകർക്കാൻ CPM കൂടി കൂട്ടുനിൽക്കുമ്പോൾ നമ്മൾ ഈ സമ്മേളനത്തിലൂടെ പ്രഖ്യാപിക്കുന്നത് CPM-ന് ഈ കേരളത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നത് തന്നെയാണ്. ഒരു ഭാഗത്ത് വർഷാവർഷം 2 കോടി തൊഴിലവസരങ്ങൾ നമ്മൾക്ക് നൽകാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയും കൂട്ടരും 10 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തിന്റെ ചെറുപ്പക്കാർ ആഗ്രഹിക്കുന്ന തൊഴിലിടങ്ങൾ ഇല്ലാതാക്കി മുന്നോട്ട് പോകുമ്പോൾ, തൊഴിലന്വേഷകർ വെറും തെരുവിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ, ഉണ്ടായിരുന്ന തൊഴിലുകളെല്ലാം നമ്മൾക്ക് നഷ്ടപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, തൊഴിലില്ലായ്മയ്ക്കെതിരെയാണ് ഈ സമരകാഹളത്തിന്റെ ശബ്ദം മുഴങ്ങുന്നത്. ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയെങ്കിലും കേരളത്തിൽ നമ്മളുടെ കഴിഞ്ഞ 9.5 വർഷക്കാലമായി ചെറുപ്പക്കാരന്റെ തൊഴിലെന്ന സ്വപ്നത്തെ ഇല്ലാതാക്കിയതാ നോക്ക്. കഴിഞ്ഞ ആഴ്ചയും ഈ നാട്ടിൽ പിൻവാതിൽ നിയമനത്തിനുള്ള പുതിയ ഉത്തരവുകൾ ഇറക്കുമ്പോൾ, ഈ നാട്ടിൽ പിൻവാതിൽ നിയമനങ്ങളിലൂടെ ചെറുപ്പക്കാരന്റെ സ്വപ്നം ഇല്ലാതാക്കാമെന്ന് നരേന്ദ്രമോദിയും പിണറായി വിജയനും സ്വപ്നം കാണുമ്പോൾ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത്തരം യുവജന വിരുദ്ധതയ്ക്കെതിരെയാണ് ഈ സമരകാഹളം ഇവിടെ നടക്കുന്നത്. നേരത്തെ നേതാക്കൾ സൂചിപ്പിച്ചു, ഇത് കേവലം ഇന്ന് ഒരു സമരമായി പ്രഖ്യാപിച്ച സമരം നടത്തി സമരകാഹളത്തിലൂടെ അവസാനിക്കുന്ന സമരമല്ല. ഈ സമരം എന്ന് പറയുന്നത് ഈ നാട് കാണാൻ, നാട് കാത്തിരിക്കുന്ന, നാട്ടിലെ ഓരോ മനുഷ്യരും കാത്തിരിക്കുന്ന ഭരണമാറ്റം എന്ന മുദ്രാവാക്യം മുഴക്കി നമ്മൾ നടത്തുന്ന സമരങ്ങളുടെ തുടർച്ചയാണ്. ഇവിടെ ഈ രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ, പാവപ്പെട്ടവന്റെ വിശപ്പടക്കാൻ എന്റെയും നിങ്ങളുടെയും അമ്മയും ഉമ്മയും പെങ്ങന്മാരും ഈ നാടിന്റെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഈ നാടിന്റെ കൃഷിയിടങ്ങളിലേക്ക്, പണിസ്ഥലങ്ങളിലേക്ക് കടന്നുപോയ ഇന്നലകളെ ഇല്ലാതാക്കാൻ ഈ സംഘപരിവാറും BJP-യും നരേന്ദ്രമോദിയും ശ്രമിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പേരിനെ ഇല്ലാതാക്കാൻ, മായ്ച്ചു കളയാൻ ഇവർ ശ്രമിക്കുമ്പോൾ അതൊക്കെ ഇവരുടെ വ്യാമോഹമാണ് എന്ന് തെളിയിക്കാൻ ഈ നാട് കാത്തിരിക്കുന്നുവെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് സംഘപരിവാറിനൊത്ത് കേരളത്തിലെ CPM മുന്നോട്ട് പോകുമ്പോൾ കേവലം കോൺഗ്രസ്സുകാരനോ യൂത്ത് കോൺഗ്രസ്സുകാരനോ അല്ല CPM-നെതിരെയുള്ള ഈ ആരോപണം ഉന്നയിക്കുന്നത്. നിങ്ങൾ സമരത്തിന് പോകുമ്പോ പ്രിയപ്പെട്ട DYFI-ക്കാരെ, പ്രിയപ്പെട്ട SFI-ക്കാരെ, നിങ്ങൾ സമരത്തിന് പോകുമ്പോ മുണ്ടുടുക്കല്ലേ എന്ന് പറയുന്നത് നമ്മളല്ല. കഴിഞ്ഞ മാസമാണ് PM ശ്രീയിലൂടെ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ മതനിരപേക്ഷ മൂല്യങ്ങളെ സംഘപരിവാറിന്റെ കാൽക്കീഴിലേക്ക് ഈ CPM കൊണ്ടുപോകുമ്പോ CPM-കാരോട്, SFI-ക്കാരോട്, DYFI-ക്കാരോട് നിങ്ങൾ മുണ്ടുടുക്കല്ലേ എന്ന് പറയുന്നത് അത് AIYF-ന്റെ നേതാക്കളാണ്. നിങ്ങൾ മുണ്ടുടുത്താൽ സമരങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് മുണ്ട് മടക്കി കുത്തേണ്ടി വരുമെന്ന് പറയുന്നത് ഈ നാട്ടിലെ AIYF-കാരനാണ്. സ്വന്തം മുന്നണിയിലെ CPI-ക്കാരനാണ്. ഈ CPM-കാരനോട്, DYFI-ക്കാരനോട്, SFI-ക്കാരനോട് സമരത്തിന് പോകുമ്പോ മുണ്ടുടുക്കല്ലെന്നും, മുണ്ടുടുത്താൽ മുണ്ട് മടക്കി കുത്തേണ്ടി വരുമെന്നും, അങ്ങനെ മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെയൊക്കെ കാൽക്കീഴിലെ കാവിക്കോണകം കാണാമെന്ന് CPM-നോട് പറഞ്ഞത് CPI-ക്കാരാണ് എന്നുള്ളത് നമ്മളുടെ മുൻപിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്രമേൽ RSS-ഉം CPM-ഉം ഒന്നിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് നേരത്തെ ശ്രീ ബിനു ചുള്ളിയിൽ സൂചിപ്പിച്ചു, മാറാട് പോലും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് വീണ്ടും ഒരിക്കൽ കൂടി ഈ നാടിനെ ഭിന്നിപ്പിക്കാനാണ്. അങ്ങനെ AK ബാലൻ എന്ന AK തൊഗാഡിയ ഈ നാട്ടിലെ തെരുവിലേക്ക് ഇറങ്ങി നമ്മളുടെ ഒരിക്കൽ കൂടി അങ്ങ് ഭിന്നിപ്പിക്കാമെന്ന് ശ്രമിച്ചാൽ AK ബാലനോടും CPM-നോടും പറയുന്നു, ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാറിന്റെ അച്ചാരം വാങ്ങിയ CPM-കാരന് സാധിക്കില്ല എന്ന് അവിടെ വെച്ച് പ്രഖ്യാപിക്കാനാണ് അത് ഈ സമരകാഹളവുമായി നമ്മൾ കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സമരകാഹളത്തിന്റെ മുദ്രാവാക്യങ്ങൾ ഏറ്റെടുത്ത് തെരുവിലേക്ക് ഇറങ്ങാൻ, ഈ നാടിനെ വീണ്ടെടുക്കാൻ, നാടിന്റെ ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങളെ നമ്മൾക്ക് വീണ്ടും വീണ്ടും മുറുകെ പിടിക്കാൻ, മഹാത്മാഗാന്ധിയെ മാറ്റാൻ ശ്രമിക്കുന്നവരുടെ മുമ്പിൽ വീണ്ടും വീണ്ടും ഗാന്ധിയെ ഓർമ്മപ്പെടുത്താൻ ഇത്രയും പ്രൗഢോജ്വലമായ റാലിയിലേക്ക് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റിനെ, സംസ്ഥാന കമ്മിറ്റിയെ, ജില്ലാ കമ്മിറ്റിയെ, മുഴുവൻ ആളുകളെയും ഒരിക്കൽ കൂടി ദേശീയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്. ചുരുങ്ങിയ വാക്കുകളിൽ പ്രിയപ്പെട്ട ശ്രീ
ജിൻഷാ ജിന്നാസ്. ഗാന്ധിയെ കൊന്ന RSS, നെഹ്റുവിനെ ആക്ഷേപിക്കുന്ന RSS, ഇന്ദിരയെ മോശമാക്കുന്ന RSS, രാഹുലിനെ കളിയാക്കുന്ന RSS, ചുക്കിച്ചൊളിഞ്ഞ തൊക്കുമായി വിണ്ടുകീറിയ കാൽപാദങ്ങളുമായി ഇന്ത്യയുടെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അവർ ചുട്ടുപൊള്ളുന്ന സ്പോൺസൂരിനെ തോൽപ്പിച്ചു കളഞ്ഞുകൊണ്ട് പണിയെടുക്കുമ്പോൾ അവരുടെ അന്നത്തിൽ മണ്ണ് വാരിയിടാൻ സംഘപരിവാറും BJPയും തുണിഞ്ഞിറങ്ങുമ്പോൾ അവർക്ക് സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ കാണേണ്ടി വരുമെന്ന് ഈ കോഴിക്കോട് കടപ്പുറത്തിന്റെ തീരത്ത് നിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയിൽ സ്വർണം കട്ടവരെ ഇനി രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് അധികാരത്തിന്റെ അരമനയിൽ നിന്നും അധികാരത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് തള്ളിയിടാൻ മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് ഈ സമര പോരാട്ടത്തിന്റെ ഭൂമിയിൽ ഉറക്കെ പറഞ്ഞുകൊണ്ട് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക്, അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സമരാഭിവാദ്യങ്ങൾ നേരുന്നു. ജയ് യൂത്ത് കോൺഗ്രസ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ അനൂപ് താജ്. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ സമരനായകൻ പ്രിയങ്കരനായ അധ്യക്ഷൻ OJ ജിനേഷ് അവർകൾ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത അഖിലേന്ത്യാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീനിവാസ് ജി, പ്രിയപ്പെട്ട സിദ്ദീഖ്, ഈ വേദിയിലുള്ള നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം ഈ ഇന്ത്യ മഹാരാജ്യം കഴിഞ്ഞ 11 വർഷക്കാലമായി വർഗീയത മാത്രം മുന്നോട്ട് വെക്കുന്ന ഒരു സർക്കാരും ഈ കേരള സംസ്ഥാനം കഴിഞ്ഞ 9.5 വർഷക്കാലമായി അഴിമതിയും അക്രമവും മാത്രം മുന്നോട്ട് നിൽക്കുന്ന ഇടതുപക്ഷ സർക്കാരും ഭരിക്കുകയാണ്. ഒരു നാണയത്തിന് 2 വർഷങ്ങളായി ഇവിടെ ഭരിക്കുന്ന 2 സർക്കാർക്കെതിരെയുള്ള സമര പോരാട്ടങ്ങളുടെ തുടർച്ചയായ ഭാഗമായാണ് സമരകാഹളം എന്ന പേരിൽ ഇവിടെ ഇത്രയും സംരംഭം ഇവിടെ കൂടുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും വരും ദിവസങ്ങളിൽ ശക്തമായ പോരാട്ടങ്ങൾക്ക് പ്രിയപ്പെട്ട OJ ജിനേഷിന്റെ നേതൃത്വത്തിൽ, സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വരാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ മുന്നിട്ട് പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഈ വരും ദിവസങ്ങളിൽ പോരാട്ടങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ അഴിമതി സർക്കാരുകളെ താഴെ ഇറക്കിയിട്ട് മാത്രമേ നമ്മൾ സമരം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് കടന്നു വന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ യോഗം പര്യവസാനിക്കുകയാണ്. ഇവിടെ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കിടയിലാണ് നമ്മൾ ഈ റാലിയും പൊതുയോഗവും തീരുമാനിച്ചത്. ആദ്യം തീരുമാനിച്ച തീയതി പലവിധ കാരണങ്ങൾ കൊണ്ട് മാറ്റേണ്ടതായി വന്നു. പിന്നീട് ഒരു തീയതി തീരുമാനിക്കപ്പെടുന്നത് വെറും 4 ദിവസങ്ങൾ കൊണ്ട് മാത്രമാണ്. പക്ഷേ 4 ദിവസങ്ങൾ മാത്രമാണ് കൃത്യമായ തീയതിയും ഉദ്ഘാടകരും മറ്റെല്ലാ സംവിധാനങ്ങളെയും സംബന്ധിച്ച് തീരുമാനമെടുത്ത് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്കും അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർക്കും ഈ റാലിയുടെ സംഘാടനത്തിന് വേണ്ടി നൽകിയിട്ടുള്ളതെങ്കിൽ കൂടി 4 ദിവസങ്ങൾ കൊണ്ട് തന്നെ വളരെ മനോഹരമായ രീതിയിലുള്ള സംഘാടനം കൊണ്ട് കോഴിക്കോട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകർ വളരെ സുസജ്ജമായ രീതിയിൽ തന്നെ ഈ റാലിയെ ഏറ്റെടുത്തു. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ സംബന്ധിച്ച് സംസ്ഥാനത്തിനകത്ത് തുടക്കം കുറിക്കാനിരിക്കുന്ന ഇനിയുള്ള ദിവസങ്ങളിലെ തുടർച്ചയായ സമരപരിപാടികൾക്കുള്ള ഒരു ഊർജ്ജമായി കോഴിക്കോട് ജില്ലയിലെ ഈ റാലി മാറി എന്നത് വളരെ ആത്മാർത്ഥമായി തന്നെ തുറന്നു പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ റാലിക്ക് വേണ്ടി നേതൃത്വം കൊടുത്ത ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ പ്രിയപ്പെട്ട ശ്രീ നിമേഷും, അതോടൊപ്പം തന്നെ ശ്രീ ദുൽക്കയും, പ്രിയപ്പെട്ട ശ്രീ ഭവിത്ത്, ശ്രീപ്പെട്ട ശ്രീ വൈശാഖ് കണ്ണോറ, ശ്രീ വൈശാഖ് കല്ലാട്ട് ഉൾപ്പെടെയുള്ള ശ്രീ നിഹാല് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, ഈ ജില്ലയുടെ സംഘടനാ ചുമതല വഹിച്ച ശ്രീ അരുൺദേവ്, ഇവിടെ ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുള്ള സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ VP ദുൽഖുഫിൽ ഉൾപ്പെടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ റഷീദ്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റു ഭാരവാഹികൾ, ഈ ജില്ലയിൽ ഈ റാലി എത്തിച്ചേരുന്നതിന് മുമ്പ് വളരെ പ്രൗഢഗംഭീരമായ പ്രസംഗം നടത്തിയ പ്രിയപ്പെട്ട ശ്രീ സൂഫിയാൻ, പ്രിയങ്കരനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജില്ലയിലെ ചുമതല വഹിക്കുന്ന സെക്രട്ടറിമാർ ശ്രീ ഷിമിൽ ഉൾപ്പെടെ ശ്രീ നാസിൽ പൂവിൽ ഉൾപ്പെടെയുള്ള സെക്രട്ടറിമാർ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ അനീഷ് കരലായി, ശ്രീ ആസാദ്, ശ്രീ മുഹമ്മദ് പാറയിൽ, പ്രിയപ്പെട്ട ശ്രീ സഫീർ ജാൻ, ശ്രീ
മീനു സജീവ് ഉൾപ്പെടെ ഈ യോഗത്തിലേക്ക് കടന്നു വന്ന നീതു ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, സോഷ്യൽ മീഡിയയുടെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ രജിത്ത്, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ മിഥുൻ മോഹൻ ഉൾപ്പെടെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ബബിൻ രാജ് ഉൾപ്പെടെ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ പ്രിയപ്പെട്ട പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജയഘോഷ്, കണ്ണൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിജിൽ, വയനാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ അമൽ ഉൾപ്പെടെയുള്ള ശ്രീ ഹാരിസ് ഉൾപ്പെടെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഒട്ടനവധി പേർ ഇവിടെ ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരാരും തന്നെ സംസാരിക്കുന്നില്ല. അവരുടെ എല്ലാവരുടെയും ആശംസ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. ഈ റാലിക്ക് പ്രൗഢഗംഭീരമായ സംഘാടനത്തിന് നേതൃത്വം കൊടുത്ത കോഴിക്കോട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. പ്രിയങ്കരായ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും അസംബ്ലി കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളെയും ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഔപചാരികമായി ഈ യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി ഈ ജില്ലയുടെ സംഘടനാ ചുമതല നിർവഹിക്കുന്ന കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഇവിടെ ക്യാമ്പ് ചെയ്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ അരുൺ ദേവിനെ ക്ഷണിക്കുകയാണ്. ഏറെ പ്രിയമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, വളരെ ഷോർട്ട് ടൈമിൽ ഇത്തരത്തിലൊരു റാലിയും പൊതുസമ്മേളനവും പ്രഖ്യാപിക്കുകയും അതിത്തരത്തിൽ വൻ വിജയമാക്കി പൂർത്തീകരിക്കുകയും ചെയ്യാൻ പ്രഖ്യാപിച്ച ആ നിമിഷം മുതൽ ഈ ഒരു നിമിഷം വരെ വളരെ സജീവമായി തന്നെ ഈ പരിപാടിയോട് ചേർന്ന് നിന്ന കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ യൂത്ത് കോൺഗ്രസ്സുകാരെയും ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ്. നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിലെ 13 അസംബ്ലികളിൽ നിന്നും കൃത്യമായ രീതിയിൽ ഈ ഒരു പരിപാടിക്ക് പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയും. അതുപോലെ തന്നെ തൊട്ടടുത്ത ജില്ലകളായിട്ടുള്ള കണ്ണൂരും വയനാടും മലപ്പുറവും പാലക്കാടും അടക്കമുള്ള ജില്ലകളിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഴുവനായിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഒരു പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ കടന്നു വന്ന ഏറെ ബഹുമാന്യനായ പ്രിയപ്പെട്ട മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റും നിലവിലെ AICC സെക്രട്ടറിയുമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള ശ്രീനിവാസൻ അവർക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. വളരെ സജീവമായി നിയമസഭയിലും വയനാട്ടുകാരുടെ പ്രശ്നങ്ങളിൽ സജീവമായ രീതിയിൽ ഇടപെടൽ നടത്തുകയും ചെയ്തുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് അഭിമാനകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏറെ പ്രിയങ്കരനായിട്ടുള്ള മുൻ കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റും കൽപ്പറ്റയുടെ MLAയുമായിട്ടുള്ള ബഹുമാന്യനായ T സിദ്ദിഖ് MLAക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. ഏറെ ബഹുമാന്യനായിട്ടുള്ള ഈ പൊതുയോഗത്തിൻ്റെ അധ്യക്ഷൻ, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി വളരെ സജീവമായി തന്നെ കോഴിക്കോട് ജില്ലയിൽ വന്ന് കൃത്യമായ രീതിയിൽ യോഗങ്ങൾ നടത്തി ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച, കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ മത്സരിപ്പിക്കാനും വിജയിപ്പിക്കാനും നേതൃത്വം കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ ശക്തനായ സംസ്ഥാന പ്രസിഡന്റ്, ഈ പരിപാടിയുടെ അധ്യക്ഷൻ OJ ജനീഷ് അവർക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റു വേദിയിലിരിക്കുന്ന ഏറെ ബഹുമാന്യനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ വർക്കിംഗ് പ്രസിഡന്റ്, ഏറെ പ്രിയങ്കരനായിട്ടുള്ള ബിനു ചുള്ളി അവർക്ക് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. ഏറെ ബഹുമാന്യനായ പ്രിയങ്കരനായ മുൻ KSU സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റും ദേശീയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായിട്ടുള്ള KM അഭിജിത്തിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയങ്കരനായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ദേശീയ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള ജിൻഷാദ് ജിന്നാസിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏറെ പ്രിയങ്കരായിട്ടുള്ള സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രിയങ്കരനായ അനൂതാജിന് സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയിലിരിക്കുന്ന മറ്റ് സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ പ്രസിഡന്റുമാർ,
ജില്ലാ ഭാരവാഹികൾ, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരായിട്ടുള്ള അസംബ്ലി പ്രസിഡന്റുമാർ, മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ള ഈ പരിപാടിയിൽ, റാലിയിലും ഈ പൊതുയോഗത്തിലും സജീവമായി പങ്കെടുത്ത് ഈ പരിപാടി വിജയിപ്പിച്ച മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെയും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയിൽ, ഈ പൊതുയോഗത്തിൽ മനോഹരമായ സ്റ്റേജുകൾ നൽകി ലൈറ്റ് ആൻഡ് സൗണ്ട് ടീമിന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സോഷ്യൽ മീഡിയയുടെ ചുമതല വഹിക്കുന്ന രഞ്ജിത്ത് രവീന്ദ്രന് ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി സഹായിച്ച കോഴിക്കോട് ജില്ലയിലെ DCC ഭാരവാഹികൾ, DCC പ്രസിഡന്റ്, KPCC ഭാരവാഹികൾ അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കളെയും ഈ അവസരത്തിൽ ഓർമ്മിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഒറ്റ വാക്കിൽ മുഴുവൻ പ്രവർത്തകർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുമതിയോടുകൂടി ഈ ഏറെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വേദിയിൽ വെച്ച് പാലക്കാട് ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പദയാത്രയുടെ ലോഗോ ഈ ചടങ്ങിൽ വെച്ച് ബഹുമാന്യനായ മുൻ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ദേശീയ പ്രസിഡന്റ് ശ്രീനിവാസി അവരുകൾ പ്രകാശനം നിർവഹിക്കും. പ്രിയങ്കരനായിട്ടുള്ള പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ള പാലക്കാട് ജില്ലയിൽ നിന്നും കടന്നു വന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സിന്ധു